ആദ്യം നടക്കില്ലായിരുന്നു. കോവിഡിൻ്റെ ഒരു പ്രശ്നം കാരണത്താൽ എല്ലാ വഴികളും നമുക്ക് മുടങ്ങിപ്പോയി. ഫിസിയോതെറാപ്പിയൊക്കെ പിടിച്ച് നടക്കുക അല്ലാതെ അതിൽ കൂടുതൽ മറ്റൊന്നും എൻ്റെ മോൻ ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പിന്നീട് ഈശ്വർ സാറെ പരിചയപ്പെട്ടു. പല പല ഡോക്ടറെയും ഞങ്ങൾ കണ്ടു. പല പല ഡോക്ടർമാർ കുറേ കാര്യങ്ങൾ ഓപ്പറേഷന് വേണ്ടി സജഷൻ ചെയ്തു. ഞങ്ങൾ അതിലൊന്നും വഴങ്ങിയില്ല. വീണ്ടും നമ്മൾ ഈശ്വർ സാറെ ഫോൺ വഴി കണ്ടു പരിചയപ്പെട്ടു. ഞങ്ങൾ സാറടുത്ത് വന്നു. സാറടുത്ത് വന്നതിന് ശേഷം സാറ് പറഞ്ഞു കാലിൽ പ്ലാസ്റ്റർ ഇട്ടാൽ മാത്രം മതിയെന്ന്. സാറ് പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണമെന്ന്. അങ്ങനെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്തു. സാറ് പറയുന്നതിൽ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ഞങ്ങൾ വന്നും പോയി ഒക്കെ ചെയ്തു. ഇപ്പോൾ ആരൊരു സഹായം ഇല്ലാതെ എൻ്റെ മോൻ ഇപ്പം നടക്കാൻ തുടങ്ങി. നമ്മളെ കാണാൻ വരുമ്പോൾ വ്യക്തിന് സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് ദിവസം ഈ കൊറോണ കാരണം വളരെ ബുദ്ധിമുട്ടായി, ചികിത്സ തുടരാൻ ബുദ്ധിമുട്ടായി, ഫിസിയോതെറാപ്പി നിന്നുപോയി. അപ്പോൾ കാല് മസിൽസൊക്കെ വളരെ ടൈറ്റായിട്ട് പാദം പതിയാത്ത അവസ്ഥയും വിരലിങ്ങനെ മൂന്നാത്ത അവസ്ഥയിലാണ് വന്നത്. കുട്ടിക്ക് തനിയെ നടക്കാൻ പറ്റില്ല, ബലം ആകെ നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഈ കൊറോണയുടെ ഒരു ടൈമിൽ പറ്റിയതാണ്. പ്ലാസ്റ്റർ ഇടുന്നൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കാണ് നമ്മൾ ആദ്യമായിട്ട് ചികിത്സയിൽ ഉപയോഗിച്ചത്. അപ്പോൾ അത് ഒരു 6 ആഴ്ച പ്ലാസ്റ്റർ ഇടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ബേബി മെമ്മോറിയലിൽ വിശ്വശാന്തി ഫൗണ്ടേഷനും ബേബി മെമ്മോറിയലും കൂടി ചെയ്യുന്ന ആ ഒരു സ്കീമിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ചികിത്സാ ചെലവും അവർക്ക് നേരിടേണ്ടി വന്നില്ല. അപ്പോൾ അതിന് ശേഷം ഒരു 6 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം പിന്നീട് പ്ലാസ്റ്റർ ഊരി കാലുകൾ പരിശോധിച്ചപ്പോൾ മസിൽസ് നന്നായിട്ട് ലൂസായിരുന്നു. അപ്പോൾ പിന്നെ വേണ്ടത് മസിൽസിൻ്റെ ബലം കൂട്ടാനും ഓവറോളായിട്ടുള്ള ബാലൻസ്, കോർഡിനേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അതെവിടെയാണ് തെറപ്പിസ്റ്റിൻ്റെ റോള് വരുന്നത്. അപ്പോൾ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അഭ്യുക്ത് പ്ലാസ്റ്ററൊക്കെ അയച്ചതിന് ശേഷം ഫിസിയോതെറാപ്പിക്ക് വന്നു. അപ്പോൾ കുട്ടികളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. കൃത്യമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ കാണിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയർത്താൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. തീർച്ചയായിട്ടും അഭ്യുക്തിൻ്റെ മദർ കൃത്യമായിട്ട് ഈശ്വർ സാർ പറഞ്ഞ പോലെ തന്നെ വന്ന് കാണിക്കുകയും കൃത്യമായ ചികിത്സ നമ്മൾ ഇവിടെ വന്ന് കൊടുക്കുകയും കൃത്യമായി ആ മദറിനെ അതുപോലെ ഫാദറിനെ അത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല. അവർ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ദിവസവും ഫിസിയോതെറാപ്പിക്ക് വരികയും ഓരോ കാര്യം പറയുമ്പോഴും കൃത്യമായി കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്ത് കൊടുക്കാനും അത് ചെയ്യിപ്പിക്കാനൊക്കെ വളരെയധികം ആക്റ്റീവായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കൺസിസ്റ്റൻസി ഉള്ള ഒരു പേരൻസിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത്തരത്തിലുള്ള കൺസിസ്റ്റൻസി ഉണ്ടാകുമ്പോഴാണ് കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. പലരും മനസ്സിലാക്കാതെയാണ്, ചിന്തിക്കാതെയാണ് ഇത്തരത്തിൽ ഫിസിയോതെറാപ്പിക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെ സെറിബ്രൽ പാൾസി അതുപോലെ മറ്റുള്ള വൈകല്യം, കുട്ടികളുടെ ശാരീരിക വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു കെയർ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്കത് സാധിച്ചു കഴിഞ്ഞു. അവർ തീർച്ചയായും വളരെ ഹാപ്പിയാണ്. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെ അറിയാൻ വേണ്ടി പീഡിയാട്രിക് ഓർത്തോ സർജറിയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് വൈകല്യങ്ങൾക്കായി. അങ്ങനെ ഒരു ക്ലിനിക്ക് ഇവിടെ ബേബി മെമ്മോറിയലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ടീം അപ്രോച്ചാണ് ആവശ്യം. പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജൻ, പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ടീമാണ് ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ കമ്മിറ്റഡായിട്ട് അച്ഛനമ്മമാർ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചാൽ, ഞങ്ങളുടെ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. താങ്ക് യു.